ലൈവായിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലൈവായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അവർക്കത് മനസ്സിലാവും. ഇന്ന് തന്നെ മനസ്സിലായി അവർക്കെല്ലാം. നമ്മൾ എത്ര ഇനാഘോഷിച്ച് എല്ലാവരും തങ്കച്ചനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അടുത്ത വരുന്ന ചോദ്യം എന്താന്ന് വെച്ചാല് തങ്കച്ചൻ എന്താ കൊണ്ടുവരാത്തെ, അതും കുഴപ്പമില്ല. തങ്കച്ചനായിട്ടുള്ള കല്യാണം എന്നാണ് അവർ തമാശക്കായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്ന ഒരു ചേട്ടനെ വെച്ചിട്ട് അങ്ങനെ. ഞാനും തങ്കച്ചേട്ടനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോ? ഇപ്പൊ സ്റ്റാർ മാജിക് പറയുന്നുണ്ട് തമാശയാണ്, അത് സ്റ്റാർ മാജിക് എന്നും കാണുന്നവർക്കറിയാം അതൊരു തമാശയാണ് പറയുന്നതെന്ന്. അല്ലാത്തവര് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പ്രേമമാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള സിനിമകളിൽ എത്രയോ പ്രേമങ്ങൾ വന്നിട്ടുണ്ട്, അവരാരും ഒന്നിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതെ, കല്യാണം കഴിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും മിക്കതും അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും ഈ കള്ളം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, അങ്ങനൊന്നുമില്ല. പക്ഷെ അനുവിന്റെ മനസ്സിൽ ഒരാളുണ്ട്, നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇല്ല, അങ്ങനൊന്നും ഇല്ല. പക്ഷെ പോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ കള്ളം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും. എന്നാലും അറിയണ്ടേ? അപ്പൊ നമ്മൾ അറിയിക്കണം കേട്ടോ. എന്നെ അറിയിക്കൂ. ഓക്കെ, ഇന്റർവ്യൂ തരും. അനുവിന്റെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ കിടന്ന് കാല് പിടിച്ചിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയത്. പക്ഷെ വേറെ മൈൻഡ് ഔട്ട് ആണ്. പിന്നെ അവരുടെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇനാഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ തരാൻ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഇരുന്നില്ല. പിന്നെ ഇപ്പൊ ഒരു കണ്ടന്റ് ഉണ്ട്, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ബിഗ് ബോസിലെ എല്ലാ പെൺകുട്ടികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അഖിൽമാരൊരു പ്രസ്താവന കൊണ്ടുവന്നു. ഞാൻ കണ്ടിട്ടില്ല, വേറെ അല്ല ഞാൻ ചോദിക്കട്ടെ. അല്ല, അഖില് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അഖില് പറഞ്ഞത് അതിലെ പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കൂടെ, അതായത് എല്ലാരെയും അല്ല പറഞ്ഞ, പല പെൺകുട്ടികൾ ചിലർ അതിനകത്ത് കൂടെ കിടന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കയറിയത് ചിലർ പൈസ കൊടുത്തിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇങ്ങനെ പറയുമ്പോൾ പലരെയും സംശയം വരത്തില്ലേ? ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ആ പറഞ്ഞതിനകത്ത് അനു? ഒന്നത്തെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം സത്യം. അതെ, ആ വീഡിയോ ഉണ്ട്. അഖില് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, മേ ബി. ഒന്നും ഇപ്പം എനിക്കറിയില്ല, ആ വീഡിയോ എന്താണ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ലൈവായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ പുള്ളി ബുദ്ധിമാനാണെങ്കിൽ, കുറച്ച് ബുദ്ധിയുള്ള ആളാണെങ്കിൽ ആലോചിച്ചിട്ട് എന്തും വീഡിയോ പറയത്തുള്ളൂ. ചിലപ്പോൾ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. എന്നല്ല, നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് എന്നാലും അത് പിടിക്കപ്പെടും. എത്ര കള്ളം ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചാലും ഏതൊരു സമയം ഇനി എത്ര നാളാണെങ്കിൽ, ഇപ്പോൾ 1 വർഷമായിക്കോട്ടെ 2 വർഷമായിക്കോട്ടെ എത്ര വർഷമായിക്കോട്ടെ നമ്മളത് പിടിക്കപ്പെടും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് പുള്ളി എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞ പെൺകുട്ടികൾ എനിക്കറിയത്തില്ല, ഞാൻ തോന്നുന്നില്ല. കാരണം ചാനലിലൊക്കെ അങ്ങനെ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ്, മഴയിൽ വരുമ്പോ ഇങ്ങനെയുള്ള ചാനലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. ആ പ്രോഗ്രാമും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രസ്താവന പറയുമ്പോൾ അതിന്റെ തെളിവ് വേണ്ടേ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാ ചാനലിലും ഞാൻ എല്ലാ ചാനലിലും പോയി അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുവരെ എനിക്ക് മോശം എന്ന് പറയാൻ ഞാൻ പറയത്തില്ല. കാരണം നല്ല ആൾക്കാരാണ്, എല്ലാം നല്ല ടീമാണ്. ഒരു ഫാമിലി പോലെയാണ് കണ്ടത്. ആ സിനിമയാണെങ്കിലും എനിക്ക് മോശം എന്ന് പറയാൻ ഒന്നുമില്ല, നല്ല ടീമാണ്. പക്ഷേ അഖിലേട്ടൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അഖിലേട്ടൻ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ സത്യമായിരിക്കും. എന്റെ സുഹൃത്തോടെയാണ്, നാട്ടുകാരനാണ്. എനിക്ക് അറിയത്തില്ല ഏട്ടാ, എനിക്ക് സത്യമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഖിലേട്ടൻ പിടിക്കപ്പെടും. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പാടില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് അവിടെ ഇവിടെ തൊടാതെ പറയരുത്, കറക്റ്റായിട്ടൊരു ആൻസർ പറയുക. അതായത് ഇപ്പം അനു അറിഞ്ഞിരിക്കുന്ന, അനുമോൾ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ ടമാർ പടാർ എന്നുള്ള ഒരു ഫ്ലോറിലൂടെയാണ് അനുമോൾ ഇത്രയും വൈറലായത് അല്ലേ? കറക്റ്റ് അല്ലേ? സീരിയൽസിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും. പക്ഷെ നമ്മൾ ആ ഒരു ഷോയെ കുറിച്ച് അതിലില്ലാതിരുന്ന സമയത്ത് ആ ഷോയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? കാരണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ നിന്നും വിൻ ചെയ്തതാണ് അഖില്. അപ്പൊ ആ ഷോയെ കുറിച്ച് പറയുന്നത് ശരിയാണോ? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയത്തില്ല. എങ്കിലും അല്ല പറഞ്ഞത്, ആ പ്രസ്താവന ആ വ്യക്തി സംസാരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്ത് സംസാരിക്കുന്നത്, നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ അഖിലേട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ പോയി കുറെ കമന്റുകൾ, ഒരു 10,000-2000 കമന്റ് ഉണ്ട്. പ്രതികരിക്കാനാണെങ്കിലും എന്ത് കാര്യം, സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും സപ്പോർട്ട് അല്ലാതെ കൊടുക്കാൻ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് അതിലേക്ക് എന്തെങ്കിലും ഞാൻ എന്താ ചിന്തിക്കുന്നത്, എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യാൻ? അതെനിക്കറിയാം, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അറിയാലോ, അതിനകത്ത് എങ്ങനെ കളിക്കുന്നു, ഗെയിം കളിക്കുന്നു? എനിക്ക് ഞാനായിട്ട് നിന്ന് കളിക്കും. വഴക്കുണ്ടാക്കും വെറുതെ
കണ്ടന്റ് കൊടുക്കാൻ നോക്കും മാക്സിമം. കണ്ടന്റാണ് വഴക്ക്. വഴക്ക് അങ്ങനെ ചുമ്മാ കയറി ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ 2000 നല്ലത് കണ്ടാ നല്ലത് പറയും, ചീത്ത കണ്ടാ ചീത്ത പറയും. 2025 7ാം സീസണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലവ് ട്രാക്ക് അനുവിന്റെ കൂടെ ഒരാളുകൂടെ വരികയാണ്, ലവ് ട്രാക്കിലേക്ക് വരികയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമാണെങ്കിൽ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ അല്ല അവിടെ നമുക്കൊരു ആശ്വാസത്തിന് ഒരാൾ വരികയാണെങ്കിൽ, അങ്ങനെയല്ല പെട്ടെന്ന് ഒരാളെ കണ്ടോണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഒരു ആശ്വാസം എപ്പോഴും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതല്ല ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? അനുവിന് അവിടെ കണ്ടന്റ് പറഞ്ഞു, സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ ആശ്വാസത്തിന് ഒരാൾ അവിടെ വരികയാണ്. എന്നെ ഇപ്പം എല്ലാരും കൂടെ ഷൗട്ട് ചെയ്ത് എന്നെ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാൾ വരെയാണ്, അയാളുടെ അടുത്ത് പ്രേമം തോന്നത്തില്ല, ഒരു ഫ്രണ്ട്. അതാദ്യം, പിന്നെ പിന്നെ പോകെ പോകെ ചിലപ്പോൾ പിന്നെ പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഇവന്റെ പഴയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. ബിഗ് ബോസ് ഇപ്പൊ ഇതിനേക്കാളും അപ്പുറമായിട്ട് പ്രതികരിക്കും. ഇവൻ ഇപ്പൊ ഈ വരുന്ന പയ്യൻ ഈ പറയുന്ന ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം, എനിക്കും അറിയാം. പുള്ളി അഭിനയിച്ച് നിൽക്കുകയാണെന്ന് നമുക്ക് അഭിനയാണ്. അപ്പൊ ഞാൻ എന്തിനാ അയാളെ സ്നേഹിക്കണം? ഫിറോസ് കേട്ട എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്, പൊളി ഫിറോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഇട്ടു. പുള്ളി അതിനകത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഉണ്ടായ സമയത്ത് അതായിരിക്കും. എങ്കിലും അടുത്ത വർഷം അടുത്ത വർഷം അനു അതിനകത്ത് പോകണം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സീസണിൽ പോവാൻ ഏതെങ്കിലും അല്ല, അടുത്ത വർഷം അനു പോയിട്ട് അനുവിന് അവിടെ വെച്ച് ലവ് ട്രാക്ക് ഉണ്ടാവണം ഞാൻ പ്രാർത്ഥിക്കുക. അനുവിന്റെ ലവ് എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, അതേം പറയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടും, നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ട ഉടനെ ഇഷ്ടപ്പെടുക, അയാളെ നമുക്ക് കല്യാണം കഴിക്കാൻ നോക്കുക, അത് എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറ്റുന്ന പെൺകുട്ടികളുണ്ട്, ഞാൻ കുറ്റം പറയാനല്ല. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വർഷമെങ്കിലും പഠിക്കണം, ഒന്നല്ലെങ്കിൽ 2 വർഷമെങ്കിലും പഠിച്ച് അയാളെ മനസ്സിൽ നമ്മളിപ്പം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടെടുത്ത് കളയാനുള്ള സാധനമല്ല ഈ ഒരു നമ്മളെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ലോകത്ത് അങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് എനിക്ക് പേടി. നമ്മൾ അമ്മയും അച്ഛനും ജീവിച്ച ആ ഒരു കാലമല്ല ഇപ്പൊ. ഒരു 10 വർഷം മുന്നേ വരെ എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ അടിപൊളിയാ. അവരൊക്കെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും പോലെയാ, സേഫാണ്. അവള് സേഫായി. ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറയുമ്പോൾ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഒരു പയ്യനെ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസി ആയപ്പോൾ ഞാൻ ലൈനേ വേണ്ട, ഈ ഒരു ഫീൽഡിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തേച്ചല്ല പറഞ്ഞു, രണ്ടുപേരും കൂടെ പറഞ്ഞു. അവനും താല്പര്യമില്ലായിരുന്നു, ഞാൻ പറഞ്ഞു വേണ്ടടാ, ഞാനൊരു എനിക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഞാൻ കുറച്ച് കാശ് സേവ് ചെയ്തിട്ട് അമ്മ അച്ഛനെ നോക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ 12 വർഷമായി ഇപ്പൊ. 12 ഉണ്ട്. ഇല്ല, അയ്യോ ഇല്ല. എന്നെ വിളിക്കും, സംസാരിക്കും. പുള്ളി ബിസിനസ് ആയിട്ട് പോകുന്നു, വണ്ടിയുടെ ബിസിനസ് ഉണ്ട്. പ്രതീക്ഷിക്കാമോ? ഇല്ല ഒരിക്കലും പറ്റില്ല. പുള്ളിയുടെ കല്യാണം അവൻ പറഞ്ഞു, നിന്റെ ഫാമിലി നല്ല പെൺകുട്ടികളെല്ലാം ഉണ്ടോടി എന്നൊക്കെ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, പക്ഷെ തീരെ കുഞ്ഞു പിള്ളേരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് ഒരാളത്തൊരു ഇഷ്ടം തോന്നണമെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് പറ്റത്തില്ല. എനിക്കത് നന്നായിട്ട് പഠിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കണം, ഇയാൾ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പിന്നെ അയാളുടെ സ്വഭാവവും എൻ്റെ സ്വഭാവവും ഒരുപോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരുപോലെ നോക്കുന്നില്ല, എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റ് ഇതാണല്ലോ ലൈഫിൽ. അതാണ് മെയിൻ വേണ്ടത്. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, സ്നേഹിക്കുന്ന ആളായിരിക്കണേ. പിന്നെ എൻ്റെ അവൻ്റെ അച്ഛനമ്മയും കാണുന്ന പോലെ ആയിരിക്കണം എൻ്റെ അച്ഛനമ്മയും കാണേണ്ടത്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാനിപ്പം ഞാൻ കുറച്ച് മെച്ചൂർഡായിട്ട് സംസാരിക്കണമെങ്കിലും ശരിക്കും എൻ്റെ വീട്ടിലത് ഞാൻ കുഞ്ഞു പിള്ളയാണ് കേട്ടോ. അപ്പം ഏറ്റവും ഉള്ളത് ഞാനായതുകൊണ്ട് ആണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അങ്ങനെ ചെയ്യരുത്, എടാ ഇതിങ്ങനെയാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്യുമ്പോൾ. ചില ആൾക്കാരാണെങ്കിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ, നീ കുറ്റപ്പെടുത്തും, ചെയ്യുന്ന കുറ്റത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല, അതിനെ 100 ഇരട്ടി വഴക്ക് പറഞ്ഞ് അതിനെ പ്രഷർ കയറ്റി മൊത്തത്തിൽ അതിനെ ഡൗൺ ആക്കി കളയും. കുറച്ചും കൂടെ നമുക്ക് പിന്നെ കരച്ചിലാവും, അവക്ക് പിന്നെ രണ്ടും കൂടെ വാക്ക് തീർക്കാം, പ്രശ്നവും, ഇതൊക്കെയാണ് പിന്നെ ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് വേണം എന്നെ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര മെച്ചൂറുള്ള ആളായിരിക്കണം എന്നെക്കാളും, മനസ്സിലായില്ലേ? തമാശയും കാര്യങ്ങളൊക്കെ വേണം. എന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ പറയാം, ഇപ്പോൾ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഇരുന്ന് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് എടുത്ത് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മാറി എപ്പോഴെങ്കിലും ആ ഒരു പ്രോഗ്രാം, ആ ഒരു സംഭവം, ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടോ പറയണം, ഇനി നീ അത് അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ, ഇതെന്താ അത് മോശമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്, ആണോ, അയ്യോ അതെന്താ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അത്രയും പേടിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞു തരണം. ഇതൊരു അവിടെ വെച്ച് നീ ചിലർ നീ ഒരു കാര്യം പറയണ്ട്,
നീ ഇപ്പൊ എന്താ അവിടെ വിളിച്ചു അങ്ങനെ പറയാൻ പോയത്, മോശമില്ല ഇതൊക്കെ. അപ്പൊ നമ്മളോട് ഡൗൺ ആവും. പിന്നെ നമ്മൾ അത്രയും സമയം സന്തോഷിച്ചിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാം ചോദിക്കും എന്തിങ്ങനെ നീ എന്തിനു വിളിച്ചോണ്ട് പോയാ, അവിടെ പ്രശ്നങ്ങളൊക്കെ ആവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. സംസാരം ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ നാട്ടും പ്രദേശങ്ങളിലുള്ള വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും. അതാ പറഞ്ഞ അത്ര മെച്ചൂർഡുള്ള ഒരാളായിരിക്കണം, മനസ്സിലായി, കാര്യബോധമുള്ള ആളായിരിക്കും. അനുവിനെക്കാട്ടിലും മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നല്ല മെച്ചൂരിറ്റി വേണം. മെച്ചൂരിറ്റി നല്ലപോലെ വേണം. അങ്ങനെ ഇനി എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കൂല എന്നല്ല, എനിക്കൊരു എന്തായാലും ഒരു ഇണ വേണം. ഇണ മീൻസ് ഒരു പാർട്ട്ണർ വേണം, എനിക്കൊരു ഹസ്ബൻഡ് വേണം, കുട്ടികൾ വേണം, എനിക്കൊരു തലമുറ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ. ഇപ്പം എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട്. അപ്പം അവൻ ഇനി വലുതായി വരുമ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കാനൊക്കെ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് നിൽക്കുകയും വേണം, കല്യാണം കഴിക്കണം, ഫാമിലി വേണം, എനിക്ക് 2-3 മക്കൾ വേണം, അവരെ പഠിപ്പിക്കണം. ഇപ്പം മോളാണെങ്കിലും മോനാണെങ്കിലും അവരെ കല്യാണം കഴിപ്പിച്ച് വിടണം. അപ്പം പറയണം അനു ആർട്ടിസ്റ്റ്, അനുവിൻ്റെ അമ്മയാണ്, അനുവിൻ്റെ അനു എൻ്റെ അമ്മയാണ്, പണ്ട് അഭിനയിച്ചിരുന്നത്, അങ്ങനെയൊക്കെ പറയണം. മനസ്സിലായി. അതായത് അനുവിന് അഭിനയം വേണം, ഭർത്താവ് വേണം, കുഞ്ഞുങ്ങൾ വേണം. ഫീൽഡ് നിർത്താൻ ഉദ്ദേശിച്ചില്ല. എനിക്കൊരു എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഒരു ഫീൽഡ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ലേ ചേട്ടാ? ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിൽ കയറാൻ വേണ്ടി ഒരുപാട് കഴിവുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ. പിന്നെ റീൽസ് ഒക്കെ കാണുന്നില്ലേ, എന്തോ ടാലന്റ് ആയിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവർക്കൊക്കെ ഒരു അവസരം കിട്ടണേ എന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഭയങ്കര വലിയ ഭാഗ്യമാണ് ഇല്ലേ? ഈ ഒരു ഇനാഗുറേഷൻ ആണെങ്കിൽ ഇപ്പൊ ചേട്ടൻ വന്നതിന് ചേട്ടൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി കുറെ, അതൊക്കെ എന്റെ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ ഈശ്വര. അപ്പം അതുപോലെ ആ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും കളയത്തില്ല.